തയ്ക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സ്റ്റിച്ച് സ്കിപ്പായി പോവുക, അതുപോലെ തന്നെ നൂല് പൊട്ടിപ്പോവുക. അപ്പോൾ അതിനുള്ള 2-3 കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ ആദ്യം തന്നെ ഈ ടെൻഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ കുറേ പൊടിയും നൂലിൻ്റെ ചെറിയ ചെറിയ ഇതളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെ വേസ്റ്റ് ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നൂല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഊരിയെടുക്കുമ്പോൾ ഏതത് സ്ഥാനത്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത് കണ്ടോ, നിറച്ച് പൊടിയുണ്ട്. അപ്പോൾ നമുക്കൊരു പഴയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ പ്ലേറ്റും അടുക്കി വെച്ച് സ്പ്രിങ് ഇട്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇത് അധികം ലൂസാവാനും പാടില്ല, എന്നാൽ ടൈറ്റ് ആവാനും പാടില്ല. ഒരു മീഡിയം ഇതിൽ വേണം നിൽക്കാനായിട്ട്. ടൈറ്റായി കഴിഞ്ഞാൽ നൂല് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ലൂസായാലും സ്റ്റിച്ച് പിടിക്കാണ്ട് വരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, അതിൽ കുറച്ച് ആ പ്ലേറ്റിൻ്റെ ഇടയിലായിട്ട് ഓയിൽ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ബോബിനിടുമല്ലോ, അതിൻ്റെ ഈ ഭാഗത്തും ഇതുപോലെ ഓയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂചിക്ക് പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം തേയ്മാനം സംഭവിച്ചു പോവുക. അപ്പോൾ പുതിയ സൂചി മാറ്റിയിടുക. ഇതിപ്പോൾ ഞാനിവിടെ പുതിയ സൂചിയാണ് എടുത്തേക്കണേ. പിന്നെ കറക്റ്റായിട്ട് തയ്ക്കുമ്പോൾ സൂചി ഹോളിൽ കൂടെ തന്നെയാണ് പോകണതെന്ന് നമ്മൾ നോക്കുക. അല്ല സൈഡിലങ്ങനെ തട്ടുണ്ടെങ്കിൽ സൂചി പൊട്ടിപ്പോകാനും നൂല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബോബിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സൂചി കറക്റ്റായിട്ട് തന്നെയാണോ വീഴണതെന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിലും നൂല് ഇതുപോലെ പൊട്ടിപ്പോകാനും സ്കിപ്പായി പോകാനും സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടത് ക്വാളിറ്റിയുള്ള നൂല്. ക്വാളിറ്റി അല്ലാത്ത നൂലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം നല്ല നൂല് നോക്കി തിരഞ്ഞെടുക്കുക. നമുക്ക് തയ്ച്ച് നോക്കാം. തയ്ച്ച് നോക്കുമ്പോൾ സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിതുപോലെ തയ്ക്കുമ്പോൾ സ്റ്റിച്ച് സ്കിപ്പായിട്ട് വരെ നൂല് പൊട്ടിപ്പോകണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്തത്. അപ്പം എൻ്റെ തയ്യലിൻ്റെ സ്റ്റിച്ചും ഇതൊക്കെ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക.